അപ്പോൾ ഇന്നത്തെ ഈ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് കറൻറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ കുറേ അധികമായിട്ടുള്ളൊരു ഒരു ടൈഡപ്പ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം അവരെ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റാത്ത നിൽക്കുന്നൊരവസ്ഥ. അതുപോലെ തന്നെ ഇവിടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് കൊടുത്ത് കൊടുത്ത് ഇതുവരെയും നിങ്ങൾ റിലേഷൻഷിപ്പിനെ എത്തിച്ചത് പോലും കൂടുതലും നിങ്ങളാണ് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ആവുന്നത്. കൂടുതലും അത് നിങ്ങളാണ് പലപ്പോഴും റിലേഷൻഷിപ്പ് പാതി വഴിയിൽ ഇങ്ങനെ സ്റ്റോപ്പായി നിൽക്കുന്ന സിറ്റുവേഷൻ പോലും നിങ്ങൾ എഫേർട്ട് ഇട്ട് ഈ റിലേഷൻഷിപ്പിനെ ഇതുവരെയും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളൊരു പാഷനൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും കൂടുതൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ഒരു ഇമോഷൻ പറയുന്ന, അല്ലെങ്കിൽ അവർക്ക് ഒരു ഫീലിങ്സ് നിങ്ങളോട് തോന്നുന്ന കാര്യമൊന്നും തന്നെ അവർ ഓപ്പണായിട്ട് പറയുന്നില്ല. അതിന് മുന്നായിട്ട് അവർ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യം എന്താണ്, റിയാലിറ്റി എന്താണ്, അതുകൊണ്ട് അവർക്ക് എന്താണ് ഒരു ലാഭം നഷ്ടം എന്നുള്ള രീതിയിൽ അങ്ങനെ രണ്ട് രീതിയിൽ ആലോചിക്കുന്ന ഒരു എനർജി. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരണം, റിലേഷൻഷിപ്പ് ഇങ്ങനെയല്ല, കുറെ കൂടി സ്ട്രെങ്ത് കൊടുക്കണം എന്ന് പോലും അവർ ചിന്തിച്ചാലും അവരവരുടെ ഇമോഷനെയും അവരുടെ ചിന്തകളെയും തമ്മിൽ കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ നിങ്ങളുടെ അരികിലേക്ക് വന്നു അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വീണ്ടും സ്ട്രെങ്ത് കൊടുത്ത് കൊണ്ടുവന്നാൽ എന്താണ് ഒരു ബെനിഫിറ്റ് എന്ന് പോലും ചിന്തിക്കുന്ന അത്തരം ഒരു എനർജി ഫീൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കൂടുതലും നിങ്ങളുടെ മുന്നിലുള്ള ഒരു ആളായിട്ടല്ല, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള രീതിയിലല്ല അവർ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത്. അവരുടെ മനസ്സിൽ മറ്റൊന്നും, പുറമേ പലപ്പോഴും അവർ ബിഹേവ് ചെയ്യുന്നത് വേറൊരു രീതിയിലുമായിരിക്കണം. ഒരു പക്ഷേ ഒരു ഫേക്കായിട്ട് നിൽക്കുകയാണോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ അങ്ങനെയും പറയാൻ പറ്റും. കാരണം അത് പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ എന്തെങ്കിലും പിണക്കങ്ങളൊക്കെ വരുന്ന സമയത്ത് കൂടുതലും നിങ്ങളായിട്ട് തന്നെ കുറച്ച് ഡിസ്റ്റൻസ് വന്നാൽ കൂടിയും കുറച്ച് നാളായിട്ട് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഒരു മുൻകൈ എടുത്ത് റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ടുള്ള ഒരു താല്പര്യം കാണിക്കാത്ത പോലെയൊക്കെ ഉള്ളൊരു സന്ദർഭത്തിലും നിങ്ങളാണ് കൂടുതലും ഇനിഷ്യേറ്റ് ചെയ്ത് റിലേഷൻഷിപ്പിനെ വീണ്ടും പഴയതുപോലെ ആക്കിക്കൊണ്ട് വരുന്നത്. പക്ഷെ അങ്ങനെ കൊണ്ടുവന്നാൽ കൂടിയും വീണ്ടും അവരായിട്ട് തന്നെ എന്തൊക്കെയോ ചെയ്തു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കുറേ കൂടി ബെറ്ററായിട്ട് വരാനായിട്ട് അവരാണ് ശ്രമിക്കുന്നത്, അവരാണ് എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു എനർജി റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുന്നതെന്ന് അവർ വാദിച്ചെടുക്കാനായിട്ട് ഒരുപാട് കഴിവുള്ളവരായിട്ടാണ് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ എന്തൊക്കെ നല്ലത് ചെയ്താലും അതിനൊക്കെ തന്നെ കുറ്റം പറയുന്ന, അല്ലെങ്കിൽ അതങ്ങനെയല്ല, അതൊക്കെ അവർ ചെയ്തിട്ടാണ് അങ്ങനെ വന്നത് എന്നുള്ളൊരു അത്തരം രീതിയിൽ സ്ഥാപിക്കാനായിട്ട് കുറേ കൂടി ബെറ്ററായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ സമർത്ഥിക്കാൻ കഴിവുള്ളവരാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. സോ അത്തരമൊരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുറംപോടി കാണിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് കുറേയൊക്കെ ഡീസൻസി കീപ്പ് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും അവരുടെ ഇമോഷൻസിനെ പോലൊരു കൺട്രോൾ ചെയ്ത് വെച്ച് അത് ഹൈഡ് ചെയ്ത് പിടിച്ച് ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കാം. പല കാര്യങ്ങളിലും മറ്റുള്ളവർ കൂടുതൽ അവരിൽ അട്രാക്റ്റഡ് ആയിട്ടിരിക്കണം, എല്ലായ്പ്പോഴും അവർ അവർ മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും ഒരു ഇന്നസെൻറ്റ് പേഴ്സൺ ആയിട്ടോ, അല്ലെങ്കിൽ എന്താണ് ഒരു നെഗറ്റീവ് ആരും പറയാത്ത രീതിയിൽ ഉള്ളൊരു പേഴ്സൺ ആയിട്ടിരിക്കണം എന്നൊക്കെ അവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ മുന്നിലാണെങ്കിലും എന്തെങ്കിലും കാര്യം ഓപ്പറേറ്റ് പറയാനൊക്കെ വരുമ്പോഴും ഇവർ രണ്ട് രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും വീണ്ടും വീണ്ടും ആലോചിക്കും, എന്താണ് അത് പറഞ്ഞാൽ എന്താണ് ലാഭം നഷ്ടം എന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ പുറമെ ഭയങ്കര ഗുമ്മായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർ കൂടുതൽ അവരുടെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇമോഷൻ നിങ്ങളോട് പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടില്ല. കൂടുതലും അവരവരുടെ ബ്രെയിൻ പറയുന്ന കാര്യങ്ങളാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നും, അല്ലെങ്കിൽ അവരെപ്പോഴും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പേഴ്സണായിട്ട് എപ്പോഴും സൊസൈറ്റിയിൽ നിൽക്കണം എന്നുമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ കുറേയധികം അല്ലെങ്കിൽ മിസ്സ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കര ഒരു മൂഡി ആയിട്ടുള്ളൊരു ബിഹേവിയർ, അല്ലെങ്കിൽ പല കാര്യത്തിലും ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ കൂടുതൽ, അതായത് നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വരുന്ന സമയത്ത് കൂടുതലും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതോ, അല്ലെങ്കിൽ കോൺവെർസേഷൻ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്തൊക്കെ തന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു, നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർ പല കാര്യത്തിലും ഇൻവോൾവ്മെൻറ്റ്, അല്ലെങ്കിൽ പല കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ട് വരേണ്ട സമയങ്ങളുണ്ടല്ലോ ലൈഫിൽ. ഒരുപാട് കാര്യത്തിൽ എൻഗേജ്ഡ് ആവേണ്ടതായിട്ടുണ്ട്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കണം. സോ അങ്ങനെ വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി മറന്നു പോവാണ്. പിന്നെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ അവർ മുഴുകി മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്നു. പക്ഷേ നിങ്ങളെക്കുറിച്ച് ഇടയ്ക്ക് ഇതുപോലുള്ള ഓർമ്മകൾ വരുമ്പോൾ കുറേയധികം നിങ്ങളെ മിസ്സ് ചെയ്യുന്നു. വീണ്ടും അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടൂടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മിസ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു ടീച്ചറല്ല ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ അവിടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പലപ്പോഴും ഒരു അറ്റൻഷൻ കിട്ടാതെ വന്നിട്ടുണ്ട്. മേ ബി അതിൻ്റെ പേരിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ ജെനുവിൻ ആണോ? അല്ലെങ്കിൽ അവർക്ക് ഒരു രീതിയിൽ നിങ്ങളെ ഒരു ഇഷ്ടം ഒരു ഭയങ്കരമായിട്ടൊരു ഇഷ്ടം ഇല്ലേന്ന് പോലും ജെനുവിനായിട്ട് തന്നെ അല്ലേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം, വഴക്കിട്ട സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. സോ അങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള റീസൺ പോലും ഈ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ തീരെ ഇഷ്ടമില്ലാന്ന് പറയാനും സാധിക്കത്തില്ല. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിൽ ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നില്ല ഈ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ. ഇതുവരെയുള്ള റിലേഷൻഷിപ്പിൽ ഭയങ്കര അഡിക്ഷൻ ആണോന്ന് ചോദിച്ചാൽ, അത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ കാണാതിരിക്കുന്ന സമയത്ത് മറ്റു പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിട്ട് അങ്ങനെ പോകുന്ന അത്തരം ഒരു നേച്ചറാണ്. പക്ഷെ നിങ്ങളെന്ന് പറയുന്നത് കുറേ കൂടി ഫ്യൂച്ചറിനെ ബോധേഡാവണ, അല്ലെങ്കിൽ ഫ്യൂച്ചർ എനർജി എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാവും റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് എന്താവും എന്നൊക്കെ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പ് ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു കംപ്ലീറ്റ്നെസ് വരുത്തണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷനൊക്കെ വരുന്ന സമയത്ത്, നോ കോൺടാക്റ്റ് ഒക്കെ വരുന്ന സമയത്ത്, ഒരു പിണക്കമൊക്കെ വരുന്ന സമയത്ത് വീണ്ടും വീണ്ടും റിലേഷൻഷിപ്പിന് സ്ട്രെങ്ത് കൊടുത്ത് നിങ്ങൾ ഭയങ്കര അഡിക്റ്റഡ് ആണ്. നിങ്ങൾക്കൊരു ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു എന്താണ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സങ്കടവും സന്തോഷവും ഒക്കെ തന്നെ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. മറ്റു പല കാര്യങ്ങളിൽ ലൈഫിൽ എൻഗേജ്ഡ് ആവേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ കുറേ കൂടെ ഒരു ആകാംക്ഷയുണ്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് കുറേ കൂടി സ്ട്രെങ്ത് കൊടുക്കാനും, റിലേഷൻഷിപ്പിന് ഇടയ്ക്കൊന്നും മിണ്ടാതായാൽ പോലും അത് എന്തുകൊണ്ടാണ് എന്താണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ അങ്ങനെയല്ല. അവർ അറ്റ് എ മൊമെൻറ്റ് അങ്ങനെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് മാറിക്കഴിയുമ്പോൾ അവരുടെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യും, മറ്റു പല കാര്യങ്ങളിൽ എൻഗേജ് ആയി കഴിയുമ്പോൾ ഈ ഒരു കാര്യം കംപ്ലീറ്റ്ലി മറന്നു പോകുന്നൊരവസ്ഥ, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ഇപ്പോഴും മറ്റു പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നാൽ കൂടി നിങ്ങളുടെ മനസ്സെപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ഒപ്പം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരു നേച്ചറായിരിക്കാം നിങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ള ഒരു എനർജി അനുസരിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ പതിയെ പതിയെ ഒരു പേഴ്സൻ്റെ ക്യാരക്ടറിൽ കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. പല കാര്യത്തിലും നിങ്ങൾ ആ ഒരു പേഴ്സണെ പൊക്കി പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണ് ഒരു സ്ട്രെങ്ത് കൊടുക്കേണ്ട ടൈമിലൊക്കെ തന്നെ അങ്ങനെ സംസാരിക്കില്ല. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്തു അതിനെ നിങ്ങൾ സൂപ്പറാണ് എന്നുള്ള രീതിയിൽ പുകഴ്ത്തി സംസാരിക്കില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു ടൈമിൽ പോലും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്താൽ കൂടിയും നിങ്ങളൊന്നും ചെയ്യാത്ത രീതിയിലും നിങ്ങളെ ഡൗൺ ആക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ പലപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ എപ്പോഴും ഒരു ക്ലാരിറ്റി കൊടുത്ത് 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 നിങ്ങൾ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ പല കാര്യത്തിനും ഒരു ക്ലാരിറ്റി കൊടുത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ അങ്ങനെ എപ്പോഴും 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 ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ ക്ലാരിറ്റി കൊടുത്ത് 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 റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന പോലെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണക്റ്റ് ആവുമെന്ന് അറിയില്ല, പക്ഷേ ഇങ്ങനെ അങ്ങനെ ഒരു എനർജി ഇവിടെ ഫീൽ ആകുന്നുണ്ട്. അതായത് പല കാര്യങ്ങളും പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട ഒരവസ്ഥ. പലപ്പോഴും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോൾ ചെയ്തു, അല്ലെങ്കിൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ 2 ദിവസം ചിലപ്പോൾ ഒരു സംസാരിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഫസ്റ്റ് മെസ്സേജ് ചെയ്തതോ കോൾ ചെയ്തതോ, അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്ത് മെസ്സേജ് ചെയ്ത് അവർ കണ്ടിട്ടില്ല, സീൻ ചെയ്തിട്ടില്ല. എന്നാലും ചിലപ്പോൾ പിന്നെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് എന്തുകൊണ്ട് ആ ഒരു ടൈമിൽ വിളിച്ചില്ല, അല്ലെങ്കിൽ ഇന്ന സമയത്ത് വിളിച്ചില്ല, മെസ്സേജ് ചെയ്തില്ല. പക്ഷേ നിങ്ങളപ്പോൾ പ്രൂവ് ചെയ്യണം, ഞാൻ ഇത് കണ്ടു, ആ ടൈമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങളും അങ്ങനെ ചെറിയ ചെറിയ കാര്യം പോലും ഇങ്ങനെ പ്രൂവ് ചെയ്ത് കൊടുക്കണം. അതിനൊരു വ്യക്തത കൊടുത്താലും വീണ്ടും കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാര്യം നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. എത്ര പേർക്ക് ഇത് കണക്റ്റ് ആവുമെന്ന് അറിയില്ല. എന്നാലും അത്തരം ഒരു എനർജി ഇവിടെ ഫീൽ ആവുന്നുണ്ട്.